ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ദ ബ്ലെസ്ഡ് ഗേൾ ഡ്രാമയുടെ 25th എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നുള്ള എപ്പിസോഡ് കാണാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ വൂ ആണ്. എല്ലാവരെയും മലത്തി അടിച്ചും കത്തിയോണ്ട് കുത്തിയൊക്കെ നിൽക്കുന്ന നമ്മുടെ വൂവിനാണെങ്കിൽ ഒരു കോഴിയെ അറുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. അവളാണെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് പോലെ ഒരു ഫുഡ് ഉണ്ടാക്കിയാണ് നമ്മുടെ പപ്പയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാം ഉണ്ടാക്കിയിട്ട് അവൾ രുചിച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആ സമയത്ത് തന്നെ പപ്പയും വരുന്നുണ്ട്. വൂ, ഇവിടെ എന്താ പറ്റിയത്? നീ വീടൊറ്റ കൊളുത്തിയോ? എന്താ ഈ സ്മെല്ലടിക്കുന്നതെന്ന്. അപ്പോൾ വൂ ആണെങ്കിലും കളിയാക്കുവാണല്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പപ്പ പറയും, നല്ല ടേസ്റ്റോ? മണം കണ്ടിട്ടും ഫുഡ് കണ്ടിട്ടും ഭയങ്കര ടേസ്റ്റൊന്നും തോന്നുന്നില്ലല്ലോ. എന്തായാലും എനിക്ക് വേണ്ടാന്ന്. അതൊന്നും പറ്റൂല, ഇത് കഴിച്ചേ പറ്റൂലേ, ഞാൻ നിങ്ങളെ കൊന്നു കളയുന്നു. പപ്പയും മനസ്സിലുള്ളത് കഴിക്കാമെന്ന് വരുമ്പോഴേക്കും ആരോ ഡോറി തട്ടുന്ന ശബ്ദം കേട്ട് പോയി തുറക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഇൻഷയുടെ അനിയത്തിയായിരിക്കും. നീ എന്താ ഈ രാത്രി ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇൻഷയുടെ അനിയത്തി പറയും, ഞാൻ കള്ളം പറയണോ സത്യം പറയണമെന്ന്. എങ്കിൽ പിന്നെ നീ ആദ്യം കള്ളം പറയാന്ന്. അപ്പം അവള് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിശന്നിരിക്കുകയല്ലേ എന്ന് കരുതി ഫുഡ് കൊണ്ടുവന്നതാണെന്ന്. അപ്പം പറയാം, എങ്കിൽ നീ സത്യം കൂടെ പറയാന്ന്. അല്ല, ഫുഡ് തരുന്നതിൻ്റെ പേരിൽ നിങ്ങളെ കാണാം, നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി വന്നതാണെന്ന്. അപ്പോൾ പപ്പയ്ക്ക് ഒരുമാതിരിയാവും. എന്നിട്ട് പപ്പ പറയും, നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ മോള് ഒരു വലിയ പ്രതിസന്ധിയിലാണുള്ളത്. അവളെ എനിക്ക് അതിൽ നിന്ന് രക്ഷിക്കണം. പിന്നെ നമ്മുടെ ഹീറോ അവൻ്റെ രാജസ്ഥാനത്ത് തന്നെ എനിക്ക് തിരിച്ചാക്കണം. അത് പോരാഞ്ഞിട്ട് എൻ്റെ ഭാര്യ എങ്ങനെയാണ് മരിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതെല്ലാം കണ്ടുപിടിക്കണം. അതിൻ്റെ ഇടയിൽ നീയായിട്ടൊരു സ്നേഹത്തിനോ ഒരു ബന്ധത്തിനോ എനിക്കിപ്പോൾ സാധിക്കുന്നതല്ല. നീ ഇത് മനസ്സിലാക്കണം. പിന്നെ നീ രാജകൊട്ടാരത്തിൽ വളർന്നവളാണ്, പക്ഷെ ഞാനെന്ന് പറയുന്നത് ഒരു കാട്ടിനകത്തുള്ളത്. അതുകൊണ്ട് നീ കൊണ്ടുവന്ന ഈ ഫുഡ് ഞാൻ സ്വീകരിക്കാം, നിന്നെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ പോവും. നമ്മുടെ അനിയത്തിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കഴിയും. അകത്ത് ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും നമ്മുടെ പപ്പ വന്നിട്ടുണ്ടാവുക. ഊതൊന്നും അറിയുന്നില്ലല്ലോ. വൂ ആണെങ്കിൽ നമ്മുടെ ഇൻഷയുടെ അനിയത്തി ഭയങ്കര ദേഷ്യത്തിലിരിക്കും. അപ്പോൾ നമ്മുടെ പപ്പയാണെങ്കിൽ അവൾ കൊടുത്ത ആ ഫുഡിനെ അവിടെ വെച്ചിട്ട് നമ്മുടെ വൂ ഉണ്ടാക്കി ആ മോശപ്പെട്ട ഫുഡ് എടുത്ത് ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പോൾ വൂവിനാണെങ്കിൽ ഒരുമാതിരി തോന്നും, ഇത് അഴുക്ക ഫുഡാണ്, നിങ്ങളിത് കഴിക്കേണ്ട, എന്താ കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ പപ്പ പറയും, ഇതുപോലെ ഇൻഷയുടെ അനിയത്തി വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അവളെ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടുവെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വൂ ഭയങ്കര സന്തോഷമാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൾ ഭയങ്കര സങ്കടമാണ് ആയത്. കാരണം പപ്പ വിഷമിക്കുന്നത് കണ്ട് അവൾക്ക് അതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വൂ പറയും, നിങ്ങളതൊന്നും ഓർക്കണ്ട, ഇപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് അനിയത്തിയുടെ അടുത്ത് പോയി കണ്ട് സംസാരിക്കുക, ആ പ്രശ്നങ്ങളെല്ലാം അങ്ങ് സോൾവ് ചെയ്യും, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാമെന്ന് എല്ലാം സംസാരിച്ച് വൂ ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും നിൽക്കുന്നത്. അടുത്ത് കാണുന്ന നമ്മൾ ലിഷയാണെങ്കിൽ മെങ്ങിനെ കാണാൻ പോകും. അപ്പോൾ എന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താ ശരിക്കും ആ മാന്ത്രിക കല്ലുള്ള എല്ലാം ഹീറോയിനെ കാണിക്കാൻ പോവുകയാണോന്ന്. അപ്പം മെങ്ങും, അത് അവരെടുത്ത തീരുമാനമാണ്, ഞാനത് ചെയ്യുമെന്ന് പറയും. അപ്പം നമ്മുടെ നിഷ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ലേ? നിങ്ങളുടെ ആരോഗ്യത്തിനോ ജീവനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കും. മെങ് പറയും, അതൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല, ഇനി എന്തെങ്കിലും കാരണം വന്നാൽ തന്നെ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ലിഷ പറയും, അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് എന്നെ എല്ലാവരും ഉപേക്ഷിച്ച സമയത്ത്, ഞാൻ ആരെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാതിരുന്ന സമയത്ത് നിങ്ങളാണ് എൻ്റെ അമ്മയും പപ്പയും എല്ലാവരും ആയി നിന്നത്. എന്നെ നിങ്ങൾ ഇട്ടിട്ട് ഒരിടത്തും പോവരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഇടവരുത്തരുതെന്ന്. അപ്പോൾ നമ്മുടെ മെങ്ങും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള നിശ്ചയമായുള്ള കാരണം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ മരിച്ചു പോയാലും അതിൻ്റെ പിന്നിലും എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വൂ ആണെങ്കിൽ പപ്പയുടെ വിഷമം കണ്ടിട്ട് ഈ പ്രശ്നത്തിനെല്ലാം കാരണം വില്ലനും നമ്മുടെ ക്യാപ്റ്റനുമാണ്, അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പപ്പയോട് പോലും പറയാതെ ആ ഒരു ഫൈറ്റർ അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് ഇറങ്ങി പോവുകയാണ് വില്ലൻ്റെ അടുത്തോട്ട്. അവിടെ പോയി അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പം അവൻ്റെ വേലക്കാരിയാണെങ്കിൽ നമ്മുടെ വൂവിനെ തടയുന്നുണ്ട്. എന്നിട്ട് അവളെ കൊല്ലാൻ വേണ്ടി വേലക്കാരി നിൽക്കുമ്പം നമ്മുടെ വില്ലൻ പറയും, വൂവിനെ ഒന്നും ചെയ്യരുത്, അവളെ വിട്ടേക്കാൻ. പണ്ടുള്ള വില്ലനാണെങ്കിൽ കാണാമായിരുന്നല്ലേ. അപ്പോൾ നമ്മുടെ വൂ ആണെങ്കിൽ വില്ലൻ്റെ അടുത്തോട്ട് പോയി നോക്കുമ്പോൾ അവൻ നല്ല പാവമായിട്ടിരിക്കുന്നത്, 2 മക്കളെ നഷ്ടപ്പെട്ടതിൽ വേദനിച്ചിട്ടിരിക്കുന്ന ഒരാളെപ്പോലെ. അപ്പോൾ വൂ പറയും, നിങ്ങൾക്ക് തെറ്റുതിരുത്താനുള്ളൊരു അവസരം ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ആ സമയം വില്ലൻ പറയും, 17 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ?
ഇവിടെ എൻ്റെ അടുത്തോടെ ഒരു പയ്യൻ വന്നു. അതായത് നമ്മുടെ ഈ ഒരു നാടിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട്. പണ്ട് യുവാൻ രാജ്യത്ത് ശരിക്കും കാവൽ ദേവതമാരുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കള്ള കാവൽ ദേവന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാവൽ ദേവത എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് യുവാൻ രാജ്യത്ത് തന്നെ നമുക്ക് അടക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആ പയ്യൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പയ്യൻ പറഞ്ഞതിലെല്ലാം ശരിയുണ്ടെന്ന് തോന്നിയ ഞാനും അവൻ്റെ കൂടെ നിന്നു. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ വൂവൻ ചോദിക്കും, ആരാണ് ആ പയ്യൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വില്ലനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അനിയത്തിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻഷ നോക്കുമ്പോഴും അവളുടെ കണ്ണെല്ലാം കരഞ്ഞ് കലങ്ങിയിരിപ്പുണ്ടായിരിക്കും. എങ്കിലും അവൾ ആരോടും ഒന്നും തന്നെ പറയാതെ നമ്മുടെ ക്യാപ്റ്റൻ്റെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കും, എന്തിനാ എന്നെ കാണാൻ വന്ന്? എൻ്റെ എന്തെങ്കിലും സഹായം വേണോ? നീ എൻ്റെ അടുത്തൊന്നും സഹായം ചോദിക്കില്ല എന്ന് എനിക്കറിയാമെന്ന്. ശരി, നിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതല്ലേ, അതിന് ആൻസർ ഞാൻ തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ സംസാരിക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ഇൻഷ, പപ്പ, നമ്മുടെ അനിയത്തി ഇത്രയും പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഈ 17 വർഷത്തിന് മുന്നേ ഈ ഒരു വ്യത്യസ്തമായ രോഗം വരാനുള്ള കാരണം ഞാൻ തന്നെയാണ്. ഞാനാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത് ആ ഒരു രോഗമെല്ലാം ഉണ്ടായത്. യുവാൻ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ ചെയ്ത ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ജീവനുള്ള മനുഷ്യരിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാവൽ ദേവതമാരെ ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ ഒരുപാട് പേര് ആ ഒരു ഇതിൽ മരണപ്പെട വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പലരും എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാതി കാവൽ ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് എവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ അടുത്തുണ്ടായിരുന്നതാണ് നിൻ്റെ ഭാര്യ. അവൾക്ക് എൻ്റെ ഗുരു ആണെങ്കിൽ ഒരു ലോക്കറ്റുള്ള ചെയിനും കൂടെ കൊടുത്താണ് വിട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാന്ത്രിക കല്ലാണ് ഇപ്പം നിങ്ങളുടെ മോളുടെ കഴുത്തിലും ഉള്ളതെന്ന് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഇൻഷയ്ക്കും അനിയത്തിക്കും പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഹീറോയിനും കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഇല്യൂഷനെല്ലാം നമ്മുടെ മെങ്ങാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കണ്ട ഹീറോയിനപ്പോൾ ഒരു ഡൗട്ട് വരും. ഇല്ല മെങ്, നിനക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള കഴിവുണ്ട്, പിന്നെ ഒരുപാട് ശക്തികളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാപ്റ്റനെ ഇപ്പോഴും നിർജീവനോടെ വെച്ചിരിക്കുന്നത്? അവനെ എന്താ എല്ലാം മറക്കാനുള്ള ഇത് കൊടുക്കാത്തതെന്ന്. അപ്പോഴാണ് നമ്മുടെ മെങ് ഒരു ആറ്റം ബോംബ് തന്നെ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ നിയാലിംഗ് പെബിലിയൻ പോലത്തെ ഒരു ഗോത്രത്തിലുള്ള ആളാണ്. പിന്നെ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ഗുരു തന്നെ ഫുൾ ശക്തി വെച്ച് നോക്കിയെങ്കിലും ക്യാപ്റ്റൻ്റെ ശക്തിക്ക് മുമ്പിൽ ഗുരുവിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ ഗുരുവിനെയും കൊന്നു കളഞ്ഞു. ഇത്രയെല്ലാം ചെയ്തിട്ടും അവൻ എന്ത് പാവം പോലെയാണ് ഇപ്പോഴും അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ മെങ്ങിനാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമുക്കാണെങ്കിൽ നമ്മുടെ ഗോത്രത്തിനകത്തുള്ള ആൾക്കാരെ തന്നെ കൊല്ലാൻ സാധിക്കത്തില്ല എന്നുള്ളത്. ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ഇൻഷയും അനിയത്തിയും അവിടെ ഉണ്ടാവും. അപ്പോൾ പപ്പയാണെങ്കിൽ, എടാ ദുഷ്ട, നീയാണല്ലേ എൻ്റെ ഭാര്യയ്ക്ക് മരണത്തിനുള്ള കാരണം, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറയും, നീ എനിക്ക് ശരിക്കും താങ്ക്സ് ആണ് പറയേണ്ടത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് ഓടി നിൻ്റെ അടുത്തോട്ട് വന്നത്, നിനക്ക് കല്യാണം കഴിച്ചതും നിനക്കൊരു മോളെ കിട്ടിയതും എല്ലാം തന്നെ. അപ്പം നീ ശരിക്കും എന്നോട് നന്ദിയല്ലേ പറയണമെന്ന്. ഇത് കേൾക്കുന്നത് പപ്പയ്ക്ക് ദേഷ്യം വന്നിട്ട്, നന്ദി പറയണം അല്ലേടാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റനെ കൊല്ലാൻ പോകും. പക്ഷെ നമ്മുടെ ഇൻഷ ആണെങ്കിൽ പപ്പയെ തടഞ്ഞിട്ട് പറയും, ഞാൻ ഇവിടുത്തെ പ്രധാന പൂജാരിയാണ്, ഞാൻ പറയുന്നുണ്ട് ഇവിടെ രാജാവിന് വന്നിട്ട് തീരുമാനം എടുക്കും, നിനക്കല്ലാണ്ട് കൊല്ലാനുള്ള അവകാശം ഇല്ല എന്ന് പറയും. നമ്മുടെ പപ്പയാണെങ്കിൽ എതിർക്കും, ഞാൻ അവനെ കൊന്നു തന്നെ ആവണമെന്ന്. എന്നിട്ട് അവൻ്റെ കയ്യിൽ കിടക്കണ ആ ഒരു വള വെച്ചിട്ട് അനിയത്തിയുടെ അടുത്ത് വന്ന് ഉഴയ്ക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് പോയി സപ്പോർട്ട് ചെയ്യത്തില്ല. അത് കാണുന്ന പപ്പയാണെങ്കിലും, നിങ്ങളൊക്കെ അപ്പോൾ ഒന്നായല്ലേ, അവനെ രക്ഷിക്കുന്നതാണ് നിങ്ങളുടെ വലിയ കാര്യമല്ലേ, ഇനി ഞാൻ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇൻഷയുടെ അനിയത്തിക്കാണെങ്കിൽ ചേട്ടൻ സത്യത്തിൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് അവൾ ഒന്നും ചെയ്യാതെ നിന്നെയാണ്. ആ സമയം ക്യാപ്റ്റൻ പറയും, യുവാൻ രാജ്യത്തിൻ്റെ രാജാവ് വന്നാൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ രാജാവിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാ? ഒരു മോൺസ്റ്റർ, അത് ഞാനും ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു അവകാശം പറഞ്ഞുകൊണ്ടോ അത് കാവൽ ദേവതയാണെന്നുള്ള തർക്കത്തിനോ ഇടവരുത്തില്ല. പിന്നെ രാജാവിൻ്റെ കൂടെ ഒരു മോൺസ്റ്റർ ഉണ്ടെങ്കിൽ രാജാവ് കള്ളം കാണിക്കുന്നതാണ്. ആ ഒരു രാജകസേര നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയിരിക്കുന്നതായിട്ട് ഞാൻ പറയും. അതോടുകൂടി രാജാവിൻ്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇൻഷ, നിനക്കിപ്പോൾ എന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അങ്ങനെ നിൽക്കും.
ഇവിടെ മെങ്ങുണ്ടാക്കി വെച്ച ഇല്യൂഷനിൽ നിന്ന് നമ്മുടെ ഹീറോ പുറത്തു വരും. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര തളർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് വിശ്രമം ആവശ്യമായിട്ട് വരും. അപ്പം നമ്മുടെ ഹീറോ പറയും, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി സൂവും പൂജാരിയുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്നെ കൂട്ടിക്കൊണ്ടു മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും കൊല്ലുക കൂടെയാണ്, പ്രത്യേകിച്ച് ആ വില്ലന്. പക്ഷേ അതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യാൻ വേണ്ടി തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് അവസാനിക്കുന്നത്. ഹീറോയിനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.